പറശ്ശിനി സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ മുന്നിൽ ഇപ്പോൾ ഒരു കവാടം കാണാല്ലേ, പറശ്ശിനി മടപ്പുര ശ്രീ മുത്തപ്പൻ ടെമ്പിൾ അതിലേക്കുള്ള നടവഴി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടുള്ള ഹോട്ടൽ. ഇപ്പോൾ ഹോട്ടൽ സൗരവ് എന്നാണ് അതിൻ്റെ പേര്. മുന്നേ റിതിൻ ഹോട്ടലായിരുന്നു. റിതിൻ എന്നുള്ളത് എൻ്റെ ഏട്ടൻ്റെ പേരാണ് കേട്ടോ. ഈ ഒരു കൗണ്ടറിൻ്റെ അടുത്തും ഈ ഗ്രിൽസിൻ്റെ അടുത്തും അതിൻ്റെ കോലായിക്കെല്ലാം പണ്ട് എപ്പോഴും അച്ഛൻ ഇങ്ങനെ നിന്നിട്ടുണ്ടാവും. സ്കൂൾ വിട്ട് വരുമ്പോൾ ആണെങ്കിലും കോളേജ് വിട്ട് വരുമ്പോൾ ആണെങ്കിലും സ്ഥിരമായിട്ട് കാണുന്നൊരു കാഴ്ചയായിരുന്നു അത്. അച്ഛൻ പോയിട്ട് ഇപ്പം 3 കൊല്ലമായി. അതിനും കുറച്ച് കാലം മുന്നേ നമ്മൾ ഹോട്ടൽ വാടക കൊടുത്തതായിരുന്നു. ഇപ്പോൾ ബാലാട്ടനാണ് നടത്തുന്നത്. അപ്പോൾ ബാലാട്ടൻ്റെ മോൻ്റെ പേരാണ് കേട്ടോ സൗരവ്. അതുകൊണ്ടാണ് അവർ ആ ഹോട്ടലിന് സൗരവ് എന്ന് ഇപ്പോൾ പേരിട്ടിട്ടുള്ളത്. എന്തോ ആടെ എത്തുന്ന സമയത്ത് അച്ഛനാടെ നിൽക്കുന്ന പോലെയും അച്ഛനെ കാണുന്ന പോലെയുള്ള ഒരു വല്ലാത്തൊരു ഫീലാണ്. ബാലാട്ടനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ, പറശ്ശിനിക്കാർക്ക്. പറശ്ശിനി സ്കൂളിൽ പഠിച്ചവർക്കാണെങ്കിലും എല്ലാം പണ്ട് മുതലേ ബാലാട്ടനെയും ചിത്ര ഹോട്ടലിൽ കണ്ടിട്ട് നല്ല പരിചയം ഉണ്ടാവും. എന്നെ കണ്ടപ്പോൾ തന്നെ വാ കയറിയിട്ട് ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാം വിളിക്കുമ്പോൾ എങ്ങനെയല്ലേ ചായ കുടിക്കാണ്ട് നിൽക്കുക. അങ്ങനെ ഹോട്ടലിൽ കയറി ഒരു ഗ്ലാസ് ചായ കുടിച്ചു. കുറേ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്കൂടെ കടന്നുപോയി. ബാലാട്ടനെല്ലാം പോലെ ഒരുപാട് ആൾക്കാർ വേറെയുണ്ട് കേട്ടോ നാട്ടിൽ. രവിയേട്ടനും ചന്ദ്രേട്ടനും ഗോപാലേട്ടനും ലക്ഷ്മേട്ടനും അന്നും ഇന്നും ഒരുപോലെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും കാണുമ്പോൾ നമ്മളോട് പെരുമാറുന്നവർ എല്ലാ നാട്ടിലും ഉണ്ടാവുമല്ലേ, എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും ഇങ്ങനെ കുറച്ച് ആളുകൾ. അപ്പോൾ ചായ കുടിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയെന്ന് നമ്മളെ മടപ്പുരയിലേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങുന്നിടത്തും ഒരു കവാടം വെച്ചിട്ടുണ്ട് കേട്ടോ.